സ്കൂളുകളിൽ സൂംബ ഡാൻസ് പരിശീലിപ്പിക്കുന്നത് വിവാദമാക്കി സമസ്തയും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനും. അല്പവസ്ത്രം ധരിച്ച് കൂടിക്കലർന്ന് ആടിപ്പാടുന്ന രീതിയോട് യോജിപ്പില്ലെന്ന് സംസ്ഥാന നേതാവ് നാസർ ഫൈസി കൂടത്തായി തുറന്നടിച്ചു. സൂംബ ധാർമ്മികതയ്ക്ക് ക്ഷതം ഏൽപ്പിക്കുന്നുവെന്ന് SY സംസ്ഥാന സെക്രട്ടറി അബ്ദുസമദ് പൂക്കോട്ടൂർ കുറ്റപ്പെടുത്തി. എന്നാൽ ഡാൻസിൽ എന്താണ് തെറ്റെന്നും ഇത് നടപ്പാക്കാൻ ആരോടാണ് ആലോചിക്കേണ്ടതെന്നും മന്ത്രി ആർ ബിന്ദു തിരിച്ചടിച്ചു. കുട്ടികളുടെ കായികവും മാനസികവുമായ ഉല്ലാസത്തിനു വേണ്ടി സ്കൂളിൽ ആരംഭിച്ച സൂംബ ഡാൻസ് പരിശീലനത്തിൽ രൂക്ഷ വിമർശനമാണ് സമസ്ത നേതാക്കൾ ഉന്നയിക്കുന്നത്. മേനിയഴക് പ്രകടിപ്പിക്കാനും അല്പവസ്ത്രം ധരിച്ച് ഇടകലർന്ന് ആടിപ്പാടാനുമാണ് സൂംബ ഡാൻസ് എന്ന് സമസ്ത നേതാവ് നാസർ ഫൈസി കൂടത്തായി കുറ്റപ്പെടുത്തി. ജെൻഡർ ന്യൂട്രാലിറ്റി ഒളിച്ചു കടത്താൻ സൂംബ പരിശീലനം ഉപയോഗിക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. ഇടകലർന്നുള്ള പരിശീലന രീതിയോട് യോജിപ്പില്ലെന്നും നാസർ ഫൈസി കൂടത്തായി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. അതിൻ്റെ വേഷവിധാനമാണ് പൊതുവായി കണ്ടുവരുന്നത്. ആ വേഷം വേണമെന്ന ശാഠ്യം ഗവൺമെൻറ് പിടിക്കുന്നുണ്ടെങ്കിൽ തെറ്റാണ്. ഗവൺമെൻറ് മുമ്പേ ആവിഷ്കരിച്ചിട്ടുള്ള ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ ഒരു ഒളിച്ചു കടത്തലിൻ്റെ മറ്റൊരു രീതിയായിട്ട് ഇതിനെ കാണാൻ കഴിയുമോ എന്നൊരു ആശങ്ക നിലനിൽക്കുകയാണ്. SYS നേതാവ് അബ്ദുസമദ് പൂക്കോട്ടൂരും ശക്തമായ പ്രതിഷേധമാണ് സൂംബ പരിശീലനത്തിനെതിരെ നടത്തിയത്. സർക്കാർ പദ്ധതിയായി സ്കൂളിൽ നടപ്പാക്കേണ്ടതല്ല സൂംബയെന്നും ലോകാരോഗ്യ സംഘടന പോലും ഇത്തരം ഡാൻസ് നിർദ്ദേശിച്ചിട്ടില്ലെന്നും അബ്ദുസമദ് പൂക്കോട്ടൂർ പറഞ്ഞു. നമ്മുടെ സ്കൂളുകളിൽ പരമ്പരാഗതമായി നടന്നു വരുന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള ഫിസിക്കൽ എഡ്യൂക്കേഷൻ അത് തന്നെ കൃത്യമായി ഓരോ സ്കൂളിലും നടപ്പാക്കിയാൽ ആരോഗ്യ പരിപാലനത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. അതിനപ്പുറത്ത് ഇങ്ങനെ ഒന്നും നടപ്പാക്കേണ്ട ആവശ്യമില്ല. ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വേറിട്ട് നടത്തുക എന്നുള്ള നിർദ്ദേശങ്ങളൊന്നും ഇതിൽ പ്രായോഗികമല്ല, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത്. മത അവഹേളനമാണ് സർക്കാർ ലക്ഷ്യമെന്നും മതസംഘടനകൾ പ്രതികരിക്കണമെന്നും ബഹാവുദ്ദീൻ നദ്വി ഫേസ്ബുക്കിൽ കുറിച്ചു. സ്കൂളിലെ സൂംബ പരിശീലനത്തിനെതിരെ പ്രതിഷേധവുമായി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനും രംഗത്തെത്തി. എന്നാൽ പദ്ധതിയിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് സർക്കാർ. സൂംബയിൽ എന്താണ് തെറ്റെന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന്റെ പക്ഷം. പദ്ധതി നടപ്പാക്കാൻ ആരോടെല്ലാം ചോദിക്കണമെന്നാണ് കർക്കശ സ്വരത്തിലുള്ള മന്ത്രിയുടെ മറുചോദ്യം. 2025 19-ാം നൂറ്റാണ്ടിലോ അല്ലെങ്കിൽ പ്രാകൃത മധ്യകാലത്തൊന്നല്ലല്ലോ നിൽക്കുന്നത്. കാലത്തിനനുസരിച്ച് എല്ലാവരും ചിന്തിക്കണം. എതിർപ്പറിയിച്ച സംഘടനകളെ ബോധ്യപ്പെടുത്തുമെന്നും ഏകപക്ഷീയമായി തീരുമാനമെടുക്കില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. നമ്മളിപ്പോ ഏകപക്ഷീയമായോ ഏകാധിപത്യപരമായോ ഒരു നിലപാടൊന്നും സ്വീകരിക്കും. വേണ്ടവർക്ക് ചെയ്യാം, ചെയ്യാതിരിക്കുന്നവർ ചെയ്യാതിരിക്കട്ടെ. കായികക്ഷമതയുടെ കാര്യമായി ഇത്. വിഷയത്തിൽ മതസംഘടനകൾ പുനർചിന്തനം നടത്തണമെന്ന് SFIയും ആവശ്യപ്പെട്ടു. ഇത് കേരളത്തിന്റെ പുരോഗമന സ്വഭാവത്തിന് ചേർന്ന ഒരു പ്രതികരണമല്ല. തികഞ്ഞ അവജ്ഞയോടെ വിദ്യാർത്ഥികളെന്ന നിലയിൽ ഞങ്ങൾ ഈ പ്രതികരണത്തെ തള്ളിക്കളയാണ്. കാരണം വിദ്യാർത്ഥികൾ മാറി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.